വിശദമായ വാർത്തയിലേക്ക്. കോഴിക്കോട് വിമാനത്താവളത്തിൽ വലിയ വിമാന സർവീസ് ഉടൻ പുനരാരംഭിക്കണമെന്ന് വിമാനത്താവള ഉപദേശക സമിതി. റൺവേയുടെ നീളം കുറച്ച് സേഫ്റ്റി ഏരിയയുടെ നീളം കൂട്ടാനുള്ള നിർദ്ദേശം തള്ളണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വിമാനത്താവള വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്കായിരിക്കണം. അതിന് എത്ര സ്ഥലം വേണമെന്നതിലും മികച്ച നഷ്ടപരിഹാര പാക്കേജ് നൽകുന്ന കാര്യത്തിലും വ്യക്തത വേണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. ഓരോ കാരണങ്ങൾ പറഞ്ഞ് വലിയ വിമാന സർവീസ് നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും അവ്യക്തതകൾ ഉടൻ നീക്കണമെന്നും MP. കൂടുതൽ ഈ ഡൊമസ്റ്റിക് ഓപ്പറേഷൻസിന് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേറ്റേഴ്സിന് പ്രത്യേക ഒരു സെമിനാർ ഇവിടെ കോഴിക്കോട് കണ്ടക്ട് ചെയ്യാം. എന്നിട്ട് അവരുമായി ഇന്ററാക്ട് ചെയ്ത് അവരെ കൂടി പുതിയ ഓപ്പറേഷൻ ക്ഷണിക്കുക. ആഭ്യന്തര വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി വിമാന കമ്പനികളുടെ യോഗം ചേരും. മഴക്കാലത്ത് വിമാനത്താവള വളപ്പിൽ നിന്നുള്ള വെള്ളം പരിസര പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം വേണമെന്ന് പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെമ്പാൻ മുഹമ്മദ് അലി ആവശ്യപ്പെട്ടു. MLA-മാരായ TV ഇബ്രാഹിം, P അബ്ദുൽ ഹമീദ്, എയർപോർട്ട് ഡയറക്ടർ R മഹാലിംഗം, കലക്ടർ VR പ്രേംകുമാർ, കൊണ്ടോട്ടി നഗരസഭാ അധ്യക്ഷ CT ഫാത്തിമത്ത് സുഹറാബി, കൊണ്ടോട്ടി DYSP K അഷ്റഫ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് 18 കരിപ്പൂർ. മൂന്നാർ ഗുണ്ടമലയിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശി ഷാരോൺ ഷോയാണ് മരിച്ചത്. ശരീരത്തിൽ വെട്ടേറ്റ മുറിവുകളുണ്ട്. 2 ദിവസം മുൻപ് ഗുണ്ടുമല അപ്പർ ഡിവിഷനിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഷാരോണിനെയും മറ്റൊരാളെയും കാണാതാവുകയായിരുന്നു. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് പടർന്നു പിടിക്കുന്നു. ഡോക്ടർമാർ ഉൾപ്പെടെ 30ഓളം ജീവനക്കാർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലായി. മലയോര മേഖലയിലെ സാധാരണക്കാരുടെ ഏക ആശ്രയമായ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് പടർന്നു പിടിക്കുന്നത് ജീവനക്കാരെയും രോഗികളെയും ഭീതിയിലാക്കിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കിടെ 3 ഡോക്ടർമാരും 7 നഴ്സുമാരും ഉൾപ്പെടെ 30ഓളം ജീവനക്കാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ ഓപ്പറേഷൻ തിയേറ്ററിലെയും ലേബർ റൂമിലെയും ജീവനക്കാരും ഉൾപ്പെടും. കാരുണ്യ ഫാർമസിയിലെ 3 പേർക്കും 3 സെക്യൂരിറ്റി ജീവനക്കാർക്കും 3 ശുചീകരണ തൊഴിലാളികൾക്കും പോസിറ്റീവായി. ഡാറ്റ എൻട്രി, ഡെന്റൽ വിഭാഗങ്ങളിലും കോവിഡ് പിടിമുറുക്കിയിട്ടുണ്ട്. 30ഓളം ജീവനക്കാർ അവധിയിലായതോടെ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും താളം തെറ്റി. 1300ഓളം രോഗികളാണ് ദിവസേന ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. മാസത്തിൽ 150ഓളം പ്രസവവും ദിവസേന 58 ഡയാലിസിസും നടക്കുന്ന സർക്കാർ ആശുപത്രിയിൽ കോവിഡ് പടർന്നു പിടിക്കുന്നത് രോഗികളെയും ജീവനക്കാരെയും ആശങ്കയിലാക്കുകയാണ്. 30ഓളം കോവിഡ് രോഗികൾ ഓരോ ദിവസവും ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ആശുപത്രി സന്ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ M കേശവനുണ്ണി അറിയിച്ചു. 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവുന്ന ടെലിമെഡിസിൻ സേവനം ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്നും കോവിഡുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വാർഡ് തലത്തിലുള്ള RRT, ആശാ വർക്കർ എന്നിവരുടെ സഹായം തേടണമെന്നും സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് 18 താമരശ്ശേരി. കോഴിക്കോട് മലയോര മേഖലയിൽ പേവിഷബാധയ്ക്ക് മരുന്നില്ലെന്ന് പരാതി. കൂടരഞ്ഞി, തിരുവമ്പാടി, കൊടിയത്തൂർ, കാരശ്ശേരി പഞ്ചായത്തുകളിലെ മുഴുവൻ രോഗികളുടെയും ആശ്രയമായ മുക്കം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ മരുന്നില്ലാതായതോടെയാണ് രോഗികൾ ദുരിതത്തിലായത്. മലയോര മേഖലയിൽ തെരുവുനായ ശല്യം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിലും മലയോരത്തെ വിവിധ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും മുക്കം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും പേവിഷബാധയ്ക്ക് കുത്തിവയ്പ്പിനുള്ള മരുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ്പ് നടക്കുന്നില്ല. മരുന്ന് സ്റ്റോക്കില്ലാത്തതാണ് കാരണം. അതിനാൽ നായയുടെയും പൂച്ചയുടെയും മറ്റും കടിയേൽക്കുന്നവർ ഈ കോവിഡ് കാലത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി തിക്കിലും തിരക്കിലും നിന്ന് കുത്തിവയ്പ്പ് എടുക്കേണ്ട അവസ്ഥയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് മാമ്പറ്റ സ്വദേശി നന്ദകുമാറിന് അഗസ്ത്യൻമൊഴി അങ്ങാടിയിൽ നിന്ന് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. അഗസ്ത്യമൊഴി കടയിൽ പോയിട്ട് സാധനം വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ എന്നെ ഒരു തെരുവ് പട്ടി കടിക്കാണ് ഉണ്ടായത്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ പോയി മുക്കം ഹെൽത്ത് സെൻ്ററിൽ ചെന്നപ്പോൾ അവിടെ മരുന്നില്ല. അവർ മെഡിക്കൽ കോളേജിൽ പോയിക്കോളാൻ പറഞ്ഞു, കാഷ്വാലിറ്റി പോകാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് മരുന്നില്ലാത്തത് കാരണം മുക്കം, കൊടിയത്തൂർ, താമരശ്ശേരി, കൊടുവള്ളി ഒരു സ്ഥലത്തും മരുന്നില്ല. എല്ലാവരും മെഡിക്കൽ കോളേജിലേക്ക് വിടുകയാണ്. അതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കാണ്. ഒരു കോവിഡ് മാനദണ്ഡം പാലിക്കാണ്ട് ആളുകൾ തിങ്ങിക്കൂടിയിട്ട് ഭയങ്കര തിരക്കാണ്. കഴിഞ്ഞ ദിവസം തോട്ടത്തിൻ കടവിൽ കാട്ടുപന്നിയുടെ കടിയേറ്റ സ്ത്രീയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ നിരവധി പേരാണ് കാട്ടുപന്നിയുടെയും തെരുവുനായ്ക്കളുടെയും ആക്രമണത്തിന് വിധേയരാകുന്നത്. തെരുവുനായയുടെയും കാട്ടുപന്നികളുടെയും ശല്യത്തിന് അറുതി വരുത്തുന്നതിനു പുറമെ പേവിഷബാധയ്ക്കുള്ള മരുന്നും ആശുപത്രികളിൽ എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം.
പാലക്കാട് ജനവാസ മേഖലകളിൽ വീണ്ടും പുലി ഇറങ്ങി. പാലക്കാട് അകത്തേത്തറയിലും ധോണിയിലും പുലിയെ കണ്ടെന്നും വളർത്തുമൃഗങ്ങളെ കൊന്നെന്നും നാട്ടുകാർ പറയുന്നു. ഇതിനിടെ ജില്ലയിലെ കല്ലടിക്കോട് പറക്കിള്ളടിയിൽ പുലിക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി പുലി ഇറങ്ങിയ അകത്തേത്തറ ധോണി മേഖലയിൽ ഇന്നലെയും പുലി വളർത്തുമൃഗങ്ങളെ കൊന്നു. മേലെ ധോണി സ്വദേശി വിജയന്റെ ആടിനെയാണ് പുലി കൊന്നത്. പ്രദേശത്ത് പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. അഞ്ചാകാലം എന്നെ വിളിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞ സമയത്താണ് സംഭവം പുലിയ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ പോയി റിട്ടം വന്നപ്പോൾ സംഭവം അവിടെ കയ്യാലിൻ്റെ ചോട്ടന്ന് തോട്ടിക്ക് അടിച്ചിരിക്കണം. അപ്പോൾ പിന്നെ സാറിനൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അകത്തേത്തറ ചീക്കുഴിയിലും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. പുലി ഇറങ്ങിയ സ്ഥലങ്ങളിൽ വനംവകുപ്പ് പുലിക്കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പിടികൂടാൻ കഴിയാത്തതിനാൽ നാട്ടുകാർ ഭീതിയിലാണ്. അതേസമയം കല്ലടിക്കോട് പറക്കല്ലടിയിൽ 6 മാസത്തിലേറെ പ്രായമുള്ള പുലിക്കുഞ്ഞിനെ ചത്ത നിലയിൽ കണ്ടെത്തി. സുനേഷ് എന്നയാളുടെ റബ്ബർ തോട്ടത്തിലാണ് പുലിക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടത്. ഇന്ന് പുലർച്ചെ ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് പുലിക്കുഞ്ഞിനെ കണ്ടത്. ഏറെ നാളായി ഈ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. 3 വർഷം മുമ്പ് എൻ്റെ തന്നെ ഒരു ആറ് ആടിനെ പിടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 6 മാസം മുമ്പ് ഒരു പട്ടിയെ പിടിച്ചു. ഇപ്പോൾ സാധനം മുകളിലുണ്ട്, ഇടയ്ക്ക് മുരമ്പിലൊക്കെ കേൾക്കാം. പക്ഷേ ഇന്നിപ്പം തോട്ടത്തിലിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് 10 ആടുണ്ടായിരുന്നു. ഇതോടുകൂടി തന്നെ ആട് വളർത്തുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുലിക്കുഞ്ഞിനെ കൊണ്ടുപോയി. തീറ്റ കിട്ടാതെ ഏറെ അവശനിലയിലായിരുന്നു പുലിക്കുഞ്ഞെന്ന് വനംവകുപ്പ് ജീവനക്കാർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി മറയൂരിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ മരിച്ചു. പള്ളനാട് മംഗളപ്പാറ സ്വദേശി ദുരൈരാജാണ് മരിച്ചത്. സാധനം വാങ്ങി വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു ആക്രമണം. വനംവകുപ്പ് ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞു. ഇന്നലെ വൈകിട്ട് മറയൂർ ടൗണിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. പ്രദേശവാസിയായ ജോസ് മാത്യുവിന്റെ കൃഷിയിടത്തിൽ വെച്ച് ദുരൈരാജിനെ കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു. രാത്രിയോടെയാണ് അപകട വിവരം നാട്ടുകാർ അറിയുന്നത്. പ്രദേശത്ത് ഏതാനും ദിവസങ്ങളായി കാട്ടുപോത്തിന്റെ ശല്യം രൂക്ഷമാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് നാട്ടിലെ ആളുകൾ ഇപ്പോൾ മരിക്കുന്നത് ഒരു സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ആദ്യമായാണ് ഒരാൾ കൊല്ലപ്പെടുന്നത്. ഇത് ഇവിടുത്തെ കൃഷിക്കാരിപ്പോൾ ഈ പ്രദേശത്തെ കൃഷിക്കാരെല്ലാം വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ഇവിടെ നിന്ന് കൃഷിയും ഉപേക്ഷിച്ച് വീട് താമസിക്കാൻ കഴിയാതെ താഴേക്ക് ആളുകൾ കുടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്തുന്നത് പതിവായിട്ടും വനംവകുപ്പ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. നാട്ടുകാർ വനംവകുപ്പ് ജീവനക്കാരെ തടഞ്ഞു. വനാതിർത്തിയിൽ വേലി നിർമ്മിച്ച് മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വനം വകുപ്പിന് ചന്ദനമരങ്ങളുടെ സംരക്ഷണത്തിന് മാത്രമാണ് ശ്രദ്ധയെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് 18 മറയൂർ. കായംകുളം കൂട്ടുംവാതുക്കൽ പാലം യാഥാർത്ഥ്യത്തിലേക്ക്. അപ്രോച്ച് റോഡിന്റെ ടാറിംഗും പൂർത്തിയായ പാലത്തിൽ ഇനി വൈദ്യുതി വിളക്കുകൾ മാത്രമാണ് സ്ഥാപിക്കാനുള്ളത്. കായംകുളം കായലിൽ 40 കോടി രൂപ ചെലവിൽ 356 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. വാഹനങ്ങൾക്കായി 7.5 മീറ്റർ വീതിയും ഇരുവശത്തും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയുമുണ്ട്. പാലത്തിന് ആകർഷണീയത നൽകുന്ന തരത്തിൽ മധ്യഭാഗത്തായി 5 ആർച്ചുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 2020 ജൂണിലാണ് നിർമ്മാണം തുടങ്ങിയത്. ജില്ലയുടെ തെക്കേ അതിർത്തിയിലുള്ള പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ദേവികുളങ്ങര, കണ്ടല്ലൂർ, ആറാട്ടുപുഴ പഞ്ചായത്തുകളിലെ ജനങ്ങൾ നേരിട്ടിരുന്ന ഗതാഗത പ്രതിസന്ധിക്കാണ് ശാശ്വത പരിഹാരമാകുന്നത്. തീരദേശ മേഖലയുടെ ഗതാഗത വികസനം വിനോദസഞ്ചാര മേഖലയ്ക്കും ഉണർവ് നൽകും. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. കായൽ സഞ്ചാരമാർഗമായ ജനങ്ങളുടെ റോഡ് ഗതാഗത ആവശ്യത്തിന് അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. നമ്മുടെ കൂട്ടുംവാതുക്കൽ പാലത്തിൻ്റെ ഏകദേശം പൂർത്തീകരണം 95% ആയിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തോടുകൂടി ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ഡേറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ മിനിസ്റ്റേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. കായംകുളം നഗരസഭയും ദേവികുളങ്ങര പഞ്ചായത്തും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തും തമ്മിൽ ഇപ്പം അകലം കുറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ നമുക്ക് ഗതാഗത സംവിധാനം തുറന്നു കിട്ടിയിരിക്കുന്നു. കൂടാതെ കായംകുളത്തിൻ്റെ അനന്തവിദൂരമായിട്ടുള്ള ഒരു ടൂറിസം സാധ്യതയ്ക്ക് കൂടി മനോഹരമായിട്ടാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 1967 EMS സർക്കാരിന്റെ കാലത്ത് കൂട്ടുംവാതുക്കൽ പാലത്തിനുള്ള നിർദ്ദേശം തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടു. അനുമതിയായെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പദ്ധതി തടസ്സപ്പെടുകയായിരുന്നു. ന്യൂസ് 18 കായംകുളം. ഇടുക്കി നേര്യമംഗലത്ത് ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് 2 മരണം. കോതമംഗലം സ്വദേശികളായ സിജു, സന്തോഷ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറക്കുത്തിനും ചീയപ്പാറയ്ക്കും ഇടയിൽ വെച്ചാണ് ലോറി നിയന്ത്രണം വിട്ട് 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. അടിമാലിയിൽ നിന്ന് കോതമംഗലത്തേക്ക് വരികയായിരുന്നു ടോറസ്. ഇടുക്കി നെടുങ്കണ്ടത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ചക്കക്കാനം
കല്ലുംകൂട്ടത്തിൽ സൂരജാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. കുമളി മൂന്നാർ ഹൈവേയിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷന് സമീപം ഇന്നലെ രാത്രി 1 മണിക്കാണ് അപകടം. അമിത വേഗതയിലെത്തിയ ബൈക്ക് നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. കോട്ടയം മണർക്കാട് ഓടിക്കൊണ്ടിരുന്ന ഒമ്നി വാനിന് തീപിടിച്ചു. മണക്കാട് തയ്യിൽ കൃഷ്ണകുമാറിന്റെ വാഹനത്തിനാണ് തീപിടിച്ചത്. പുകയുയരുന്നത് കണ്ട് ഇറങ്ങി പരിശോധിച്ചപ്പോൾ പെട്ടെന്ന് തീ പടരുകയായിരുന്നു. രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കോഴി കയറ്റി വന്ന മിനി ലോറി നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. പുലർച്ചെ 6-ന് പോത്തൻകോട് നന്നാട്ടുകാവ് ജംഗ്ഷന് സമീപത്തായിരുന്നു അപകടം. പോത്തൻകോട് ഭാഗത്ത് ലോഡ് ഇറക്കിയ ശേഷം കന്യാകുളങ്ങര ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വെഞ്ഞാറമൂട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്ന് പോലീസ്. ഈ വേനലിലും പുനലൂരുകാർ വെള്ളത്തിനായി നെട്ടോട്ടമോടേണ്ടി വരും. കല്ലടയാറ്റിലെ തടയണയുടെ ഉയരം കൂട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. വർഷങ്ങൾക്ക് മുൻപുള്ള പ്രഖ്യാപനം ഇപ്പോഴും നടപ്പിലാക്കാത്തതിൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് കല്ലടയാറിന് മധ്യേ പുനലൂർ പേപ്പർ മിൽ ആവശ്യത്തിനായി കരിങ്കൽ കെട്ടി തടയണ നിർമ്മിച്ചത്. 112 വർഷം പഴക്കവും 56 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയും 3.5 മീറ്റർ ഉയരവുമുള്ള തടയണ കല്ലടയാറ്റിലെ ജലനിരപ്പ് ഉയർത്തുന്നതിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. 1992 വെള്ളപ്പൊക്കത്തിൽ തടയണയുടെ 2 വരി കല്ലുകൾ ഇളകിപ്പോയതിനാൽ ഉയരം കുറയുകയും ജലനിരപ്പ് താഴുകയും ഇത് കുടിവെള്ള പദ്ധതികളുടെ പമ്പിങ്ങിനെ സാരമായി ബാധിക്കുകയും ചെയ്തു. താൽക്കാലിക പരിഹാരമായി വേനലിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് മണൽ ചാക്കുകളൊടുക്കി ഉയരം വർദ്ധിപ്പിച്ച് വെള്ളം തടഞ്ഞു നിർത്തും. കാലവർഷം ആരംഭിക്കുന്നതോടെ മഴവെള്ളപ്പാച്ചിലിൽ മൺചാക്കുകൾ ഒലിച്ചു പോകും. തടയണയിൽ വെള്ളം വരുന്നതിനനുസരിച്ച് ചാക്കുകൾ ഒഴുകിപ്പോവുകയും ആ ജലം അവിടെ കെട്ടി നിൽക്കാത്ത സാഹചര്യം ഉണ്ടാകുകയും ഈ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന കുടിവെള്ള പദ്ധതി തടസ്സപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. ലക്ഷക്കണക്കിന് രൂപ ലാപ്സാക്കിക്കൊണ്ട് അശാസ്ത്രീയമായ രീതിയിൽ ഈ തടയണ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് ചാക്കുകൾ അടുക്കിയുള്ള തടയണ നിർമ്മാണത്തിൽ നിന്നും പിന്മാറി പെർമനൻ്റായ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയാൽ ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാൻ കഴിയും. അതോടൊപ്പം ഈ കുടിവെള്ള സ്രോതസ്സിനെ സംരക്ഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതിയും നടപ്പിലാക്കാൻ സാധിക്കും. തടയണ പുനരുദ്ധീകരിക്കുന്നതിനും ഉയരം കൂട്ടുന്നതിനുമായി 2 കോടി രൂപ അനുവദിക്കുമെന്ന് മുൻ മന്ത്രി കെ രാജു പുനലൂരിലെ പൊതുചടങ്ങിൽ പ്രഖ്യാപിച്ചിരുന്നു. പദ്ധതിക്ക് ഭരണാനുമതിയായിട്ട് ഏകദേശം 3 വർഷം പിന്നിടുന്നു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്. എന്നാൽ ഈ പദ്ധതി നടപ്പിലായില്ല. ന്യൂസ് 18 പുനലൂർ. വാഹനങ്ങൾ മോഷ്ടിക്കുകയും സ്ത്രീകളുടെ മാല പൊട്ടിക്കുകയും ചെയ്യുന്ന സംഘം കടക്കാവൂരിൽ അറസ്റ്റിലായി. കഴിഞ്ഞ ദിവസം അങ്കിളിമുക്ക് സമീപം 80കാരിയെ ആക്രമിച്ച് മാല പൊട്ടിച്ച് കടന്ന സംഘമാണ് പിടിയിലായത്. പള്ളിപ്പുറം സ്വദേശി ഷമീർ, കടക്കാവൂർ സ്വദേശി അബിൻ, വക്കം സ്വദേശി അഖിൽ പ്രേമൽ, ചിറയൻകീഴ് സ്വദേശി ഹരീഷ് നിലമേൽ സ്വദേശി ജർണിഷ എന്നിവരാണ് അറസ്റ്റിലായത്. ഷമീറും അബിനും കുപ്രസിദ്ധ വാഹന മോഷ്ടാക്കളും 30ഓളം കേസുകളിൽ പ്രതികളുമാണ്. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് സംഘത്തെ പ്രതികൾ ആക്രമിച്ചെങ്കിലും കുറ്റവാളികളെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. പാലക്കാട് ഷൊർണൂർ റെയിൽവേ പാതയിൽ മാങ്കുറിശി വള്ളൂർതൊടിക്ക് സമീപം മണ്ണിടിഞ്ഞു. ഈ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഈറോഡ് സ്വദേശി ധനേഷാണ് ഇന്ന് രാവിലെ മരിച്ചത്. സൈറ്റ് എഞ്ചിനീയറായിരുന്നു അദ്ദേഹം. റെയിൽവേ ഓവുപാലം നിർമ്മിക്കുന്നതിനിടെ ഇന്നലെ രാവിലെയായിരുന്നു അപകടം. കോഴിക്കോട് ചേളന്നൂരിൽ മതിലിടിഞ്ഞ് ടിപ്പർ ലോറി മണ്ണിനടിയിലകപ്പെട്ടു. ടിപ്പറിനുള്ളിൽ അകപ്പെട്ട ഡ്രൈവറെ നാട്ടുകാർ രക്ഷിച്ചു. നെടുവിളിത്താഴം സ്വദേശി പ്രബീഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ചേളന്നൂർ നെല്ലൂളി മലയിലായിരുന്നു സംഭവം. മാസങ്ങളായി ഇവിടെ വൻതോതിൽ അനധികൃതമായി കുന്നിടിച്ച് മണ്ണ് കടത്തുന്നുണ്ടായിരുന്നുവെന്നാണ് ആരോപണം. ഉയരത്തിൽ മണ്ണെടുത്തതിന് സമീപം വീണ്ടും മണ്ണെടുക്കുമ്പോഴാണ് മതിലിടിഞ്ഞ് വീണത്. ടിപ്പർ പൂർണ്ണമായും മണ്ണിനടിയിലാണ്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. ഇടുക്കിയിലെ അതിഥി തൊഴിലാളികൾ ഇനി മുതൽ നന്നായി മലയാളം സംസാരിക്കുക മാത്രമല്ല എഴുതുകയും വായിക്കുകയും ചെയ്യും. സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിലാണ് അതിഥി തൊഴിലാളികൾക്ക് മലയാളം പഠിക്കാൻ അവസരമൊരുങ്ങുന്നത്. സാക്ഷരതാ മിഷന്റെ ചങ്ങാതി സാക്ഷരതാ പരിപാടിയിലൂടെയാണ് ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളത്തിന്റെ മധുരം നുണയാൻ അവസരമൊരുങ്ങുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളിലെ നിരക്ഷരരെ കണ്ടെത്തി അവരെ മലയാളം പഠിപ്പിക്കുന്നതാണ് പദ്ധതി. ആരോഗ്യം, പരിസ്ഥിതി, നിയമം തുടങ്ങിയ വിഷയങ്ങളിലും
കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക ജീവിത രീതികളെക്കുറിച്ചും ബോധവൽക്കരണം നൽകും. നമ്മുടെ ജില്ലയിൽ തോട്ടം മേഖലകളിൽ താമസിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അതാത് എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠന ക്ലാസ്സുകൾ തുടങ്ങുകയും അവിടെ തന്നെ തമിഴും മലയാളവും അല്ല അന്യഭാഷ സംസാരിക്കുന്നവരും നമ്മളെ മാതൃഭാഷ സംസാരിക്കുന്നവരുമായിട്ടുള്ള ഇൻസ്ട്രക്ടർമാരെ കണ്ടെത്തി അവരുടെ സഹായത്തോടു കൂടി അവരെയും മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക. അവരവരുടെ ഭാഷകളിലും അത്യാവശ്യം വേണ്ടുന്ന പേരെഴുതാനും വിലാസം എഴുതാനും കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുമുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളും മലയാളികളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാനും പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നു. തുല്യതാ പരിപാടികളിലൂടെ തുടർ പഠനത്തിനും അവസരമൊരുക്കും. ന്യൂസ് 18 ഇടുക്കി. കൗതുകമായി കാസർഗോഡ് കാനത്തൂർ സ്വദേശി മിഥുൻ രാജ് നിർമ്മിച്ച മിനിയേച്ചർ വാഹനങ്ങൾ കലാമികവുകൊണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ചിരിക്കുകയാണ് KCB സബ് എഞ്ചിനീയർ കൂടിയായ മിഥുൻ. ലോക്ഡൌൺ കാലത്താണ് ആദ്യമായി മിനിയേച്ചർ മേക്കിംഗിലേക്ക് മിഥുൻ രാജ് ചുവടുവെച്ചത്. മിനിയേച്ചർ കലാകാരന്മാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമായത് വഴിയാണ് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത്. കാസർഗോഡ് സെഷനിൽ KCB സബ് എഞ്ചിനീയറായ മിഥുൻ രാജ് കാനത്തൂർ കുണ്ടുച്ചി സ്വദേശിയാണ്. ഒരു മാസം കൊണ്ടാണ് ആദ്യത്തെ കലാസൃഷ്ടിയായ ബസിന്റെ മിനിയേച്ചർ പൂർത്തിയാക്കിയത്. ബൊലേറോ വാഹനത്തിന്റെ ഏറ്റവും ചെറിയ മിനിയേച്ചർ രൂപം ഒരുക്കിയതിനാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് മിനിയേച്ചർ രംഗത്ത് വരുന്നത്. ആദ്യമായി ചെയ്ത വർക്ക് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് പോലീസ് ബൊലേറോ ജീപ്പിന് വേണ്ടിയിട്ടാണ്. അത് ഏറ്റവും സ്മോളസ്റ്റ് ബൊലേറോ ചെയ്തതിനാണ് എനിക്കത് കിട്ടിയത്. KSRTC ബസ്സുകളുടെ മിനിയേച്ചർ നിർമ്മിക്കുവാനാണ് മിഥുൻ രാജിന് കൂടുതൽ താൽപര്യം. ഇതിനോടകം 8 വർക്കുകൾ ചെയ്തു. സംഭവം ക്ലിക്കായതോടെ ഒഴിവു സമയങ്ങൾ ഇപ്പോൾ മനോഹരങ്ങളായ മിനിയേച്ചറുകൾ ഒരുക്കുന്നതിനായാണ് മിഥുൻ രാജ് വിനിയോഗിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. താമരശ്ശേരിയിൽ 12.5 കിലോ കഞ്ചാവ് പിടികൂടി. വടകര അഴിയൂർ സ്വദേശി ശരത് വത്സരാജാണ് എക്സൈസിന്റെ പിടിയിലായത്. ആന്ധ്രാപ്രദേശിലെ മൊത്ത വിതരണക്കാരിൽ നിന്ന് വാങ്ങിയ കഞ്ചാവ് ബാംഗ്ലൂർ വഴി ബസ്സിൽ താമരശ്ശേരിയിൽ എത്തിക്കുകയായിരുന്നു. ട്രോളി ബാഗിനുള്ളിൽ 6 പോക്കറ്റുകളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് CI T അനിൽകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് കഞ്ചാവ് പിടികൂടിയത്. വടകര കുറ്റ്യാടി മേഖലകളിൽ കഞ്ചാവ് മൊത്ത വിതരണം നടത്തുന്നയാളാണ് പിടിയിലായത്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രി ക്യാന്റീൻ വീണ്ടും പ്രവർത്തനക്ഷമമാകുന്നു. വാടക കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് ആശുപത്രി ക്യാന്റീൻ 8 മാസം മുൻപ് പൂട്ടിയത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്, ജില്ലാ കുടുംബശ്രീ മിഷൻ, നെടുമങ്ങാട് നഗരസഭ എന്നിവയുടെ നേതൃത്വത്തിലാണ് ആശുപത്രി ക്യാന്റീൻ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. വാടക കുടിശ്ശിക വരുത്തിയതിനാലും വൃത്തിഹീനമായ അന്തരീക്ഷവും കാരണമാണ് 8 മാസങ്ങൾക്ക് മുൻപ് സ്വകാര്യ വ്യക്തി നടത്തിവന്ന ആശുപത്രി ക്യാന്റീൻ പൂട്ടിച്ചത്. മണക്കോട് വാർഡിലെ കരുണായൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള അനശ്വര കുടുംബശ്രീയിലെ 8 വനിതകളാണ് ക്യാന്റീൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ക്യാന്റീൻ ഇല്ലാതായതോടെ രോഗികളും ജീവനക്കാരും ആഹാരത്തിനു വേണ്ടി 1/2 കിലോമീറ്റർ അകലെയുള്ള ഹോട്ടലുകളെയാണ് ആശ്രയിച്ചിരുന്നത്. വൃത്തിയുള്ള രുചികരമായ ആഹാരം നൽകുന്നതിനാണ് ശ്രമമെന്ന് കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു. ഞങ്ങൾ നെടുമങ്ങാട് നഗരസഭയിലെ 5-ാം വാർഡ് മണക്കോട് എന്നാണ് ഒരു കുടുംബശ്രീ യൂണിറ്റാണ്. ഞങ്ങൾ 8 പേര് വനിതകൾ ചേർന്നാണ് ഈ ക്യാന്റീൻ തുടർന്ന് പ്രവർത്തിക്കുന്നത്. അതിൽ നമ്മൾ 8 പേരും ഒരേ മനസ്സോടെ തന്നെ ഈ പാചക രംഗത്ത് ഇറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ സപ്ലൈക്ക് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ 8 പേരും ഒരേ മനസ്സോടെ നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിലുള്ള ഭക്ഷണവും നല്ല രീതിയിലുള്ള പെരുമാറ്റവും അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വേറെ ഞങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നുള്ള നിലയിലുള്ള ഏതൊരു വിധത്തിലുള്ള ഇവിടെ ആശുപത്രി അധികൃതരോട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നിലവിലുള്ള ക്യാന്റീൻ കെട്ടിടത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ പുതിയ ക്യാന്റീൻ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടി വരുന്ന പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് 18 നെടുമങ്ങാട്. നെയ്യാറ്റിൻകര വെള്ളറടയിൽ വീട്ടമ്മ തൂങ്ങി മരിച്ച നിലയിൽ. കോട്ടുകോണം ഷെറിൻ ഫിലിപ്പിന്റെ ഭാര്യ ഗോപികയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 29 വയസ്സായിരുന്നു. മരണവുമായി ബന്ധപ്പെട്ട് ഗോപികയുടെ സുഹൃത്ത് പൂവാർ സ്വദേശി വിഷ്ണുവിനെ വെള്ളറട പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് നടപടി. പച്ചത്തേങ്ങ സംഭരണ നടപടികൾ അപ്രായോഗികവും അശാസ്ത്രീയവുമാണെന്ന് കെയർഫെഡ് മുൻ ചെയർമാനും LJD കോഴിക്കോട് ജില്ലാ പ്രസിഡന്റുമായ മനയത്ത് ചന്ദ്രൻ. കേരളത്തിലെ 42 ലക്ഷത്തിലധികം നാളികേര കർഷകരുടെ നട്ടെല്ലൊടിക്കുന്ന തരത്തിലാണ് വിലത്തകർച്ച. കിലോഗ്രാമിന് 40 രൂപയെങ്കിലും നൽകി പച്ചത്തേങ്ങ സംഭരിക്കണമെന്നും ആവശ്യം.
കോവിഡ് ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന നാളികേര കർഷകരെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്നതാണ് ഇന്നത്തെ വില നിലവാരമെന്ന് മനയത്ത് ചന്ദ്രൻ പറയുന്നു. കേന്ദ്ര സർക്കാർ 10,500 രൂപ കൊപ്രയ്ക്ക് താങ്ങുവില നിശ്ചയിച്ചെങ്കിലും 9,700 രൂപയാണ് കർഷകന് ലഭിക്കുന്നത്. കൊപ്ര വില വർദ്ധിച്ചാൽ മാത്രമേ പച്ചത്തേങ്ങയ്ക്ക് വില വർധന ഉണ്ടാവുകയുള്ളൂ. നാളികേര കർഷകരെ രക്ഷിക്കുവാനാണ് ഉദ്ദേശമെങ്കിൽ പച്ചത്തേങ്ങ സംഭരണം സാർവത്രികമാക്കണം. കിലോയ്ക്ക് 40 രൂപയെങ്കിലും കർഷകന് ലഭിക്കത്തക്ക നിലയിൽ സംഭരിക്കണം. കേരളത്തിൽ നമ്മുടെ പച്ചത്തേങ്ങയ്ക്ക് കിലോവിന് പൊതിച്ച തേങ്ങയ്ക്ക് 1 കിലോവിന് 40 രൂപയെങ്കിലും കിട്ടാൻ ആവശ്യമായ സംവിധാനമുണ്ടാക്കുകയും അതിന്റെ മാർക്കറ്റ് വിലയും ഇവിടെ കൊടുക്കുന്ന വിലയും തമ്മിലുള്ള വേരിയേഷൻ വ്യത്യാസം എത്രയാണോ ആ വ്യത്യാസം സബ്സിഡിയായി സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചാൽ കേരളത്തിലെ നാളികേര കർഷകരെ സഹായിക്കാൻ സാധിക്കും. ഒരു വലിയ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതാണ്. പക്ഷേ കോവിഡിൻ്റെയും ഒമിക്രോണിൻ്റെയും ഡെൽറ്റ പ്ലസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്വാഭാവിക പ്രത്യക്ഷമായൊരു സംരംഭത്തേക്ക് വരാൻ സാധിക്കില്ല. 2012 പച്ചത്തേങ്ങ സംഭരണത്തിന് സ്വീകരിച്ച അതേ രീതി തന്നെ സർക്കാർ സ്വീകരിക്കണം. ഇപ്പോൾ 5 ജില്ലകളിലായി 30 കേന്ദ്രങ്ങളിൽ മാത്രമാണ് പച്ചത്തേങ്ങ സംഭരിക്കാൻ കേരഫെഡ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് പര്യാപ്തമാണ്. എല്ലാ കൃഷിഭവനുകളും മുഖാന്തരം പച്ചത്തേങ്ങ സംഭരിക്കുകയും വില അപ്പോൾ തന്നെ ലഭ്യമാക്കുന്ന സംവിധാനം ഉണ്ടായിരിക്കുകയും വേണം. കോഴിക്കോട് ജില്ലയിൽ മാത്രം 82 കേന്ദ്രങ്ങളിൽ പച്ചത്തേങ്ങ സംഭരിച്ചിരുന്നു. അന്ന് കിലോയ്ക്ക് 37 രൂപ വരെ കർഷകന് ലഭ്യമായിരുന്നു. കിലോയ്ക്ക് 40 രൂപ നൽകാനും കേരഫെഡിന് വരുന്ന നഷ്ടം സർക്കാർ സബ്സിഡിയായി നൽകാനും സംവിധാനം വേണമെന്നും ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 വടകര. വ്യത്യസ്തമായ യാത്രയിലൂടെ ശ്രദ്ധേയനായിരിക്കുകയാണ് ആലപ്പുഴ കരുവാറ്റ സ്വദേശിയായ അഡ്വക്കേറ്റ് ശ്രീകുമാർ. ഇന്ധനവില വർധനയും മറ്റ് പ്രതിസന്ധികളും നിറഞ്ഞ കാലത്ത് അഭിഭാഷകനായ ശ്രീകുമാർ കോടതിയിലെത്തുന്നത് കുതിരപ്പുറത്താണ്. ഈ റിപ്പോർട്ടോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. രണ്ട് വർഷം മുമ്പാണ് കെ ശ്രീകുമാർ കുതിരസവാരി പഠിച്ചത്. പെട്രോളിനും ഡീസലിനും വിലവർധനയുള്ള കാലത്ത് ശ്രീകുമാർ യാത്ര കുതിരപ്പുറത്താക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അഭിഭാഷകനായ ശ്രീകുമാർ കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിയതും കുതിരപ്പുറത്താണ്. 3 മാസം മുമ്പ് മഹാദേവികാട് സ്വദേശിയിൽ നിന്ന് ഹെന്നി എന്ന പെൺകുതിരയെ ശ്രീകുമാർ സ്വന്തമാക്കിയിരുന്നു. കറുത്ത കോട്ടുമിട്ടാണ് അഭിഭാഷകന്റെ കുതിര സഞ്ചാരം. ശ്രീകുമാർ കുതിരപ്പുറത്ത് കോടതിയിലെത്തുന്നത് ആശ്ചര്യത്തോടെയാണ് കോടതി പരിസരത്തുള്ളവർ കണ്ടത്. ദേശീയപാതയിലൂടെ 5 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ശ്രീകുമാർ കോടതിയിലെത്തിയത്. രാജകീയ പാരമ്പര്യമുറങ്ങുന്ന കാർത്തികപ്പള്ളിയുടെയും ഡാണാപ്പടിയുടെയും ഒക്കെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് തന്റെ യാത്രയെന്ന് ശ്രീകുമാർ പറഞ്ഞു. കുതിരപ്പട്ടാളം എന്ന് പറയുന്നത് കാർത്തികപ്പള്ളിയുടെ ശക്തിയായിരുന്നു, തിരുവിതാംകൂറിൻ്റെയും ശക്തിയായിരുന്നു. അപ്പോൾ ഡാണാപ്പടിയിലായിരുന്നു ഠാണ ജയിൽ, ഇവിടെയായിരുന്നു, ഈ കോടതിയിലായിരുന്നു പിന്നെ കായംകുളം കൊച്ചുണ്ണി ഉൾപ്പെടെയുള്ള വലിയ പ്രമാദമായിട്ടുള്ള ആളുകളുടെ കേസുകൾ പലതും നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കൂടെ വേണ്ടിയാണ് ഇന്ന് കുതിരപ്പുറത്ത് ഹരിപ്പാട് ബാർ അസോസിയേഷൻ എത്തണമെന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കുതിരപ്പുറത്ത് വന്നിരിക്കുന്നത്. ദിവസേന 3 കിലോമീറ്ററോളം വീടിന് പരിസരത്ത് കുതിരസവാരി നടത്താറുണ്ട്. സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് കുതിരപ്പുറത്ത് കോടതിയിൽ പോകാൻ തീരുമാനിച്ചതെന്നും ശ്രീകുമാർ പറഞ്ഞു. കോടതിയിൽ നിന്ന് വൈകിട്ടുള്ള മടക്കവും കുതിരപ്പുറത്ത് തന്നെയായിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ.